എലപ്പുള്ളിയിൽ നിർമ്മാണ കമ്പനിക്ക് പ്രാഥമിക അനുമതിയാണ് നൽകിയതെന്ന് മന്ത്രി എം ബി രാജേഷ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കേരളത്തിൽ സ്പിരിറ്റ് നിർമ്മിക്കുക എന്നത് സർക്കാരിന്റെ നയം. കമ്പനികൾ അപേക്ഷ സമർപ്പിച്ചാൽ സുതാര്യമായി പരിശോധിച്ച് അനുമതി നൽകും. കർണാടകയിൽ നിന്നുള്ള കമ്പനികൾ അപേക്ഷ നൽകിയാൽ അതും പരിഗണിക്കുമെന്നും എം ബി രാജേഷ് പറഞ്ഞു. 2022 2023 നവംബർ 30 അപേക്ഷ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിക്കുന്നത്. അത് എല്ലാ പരിശോധനകളും നടത്തി 16/2/2025 അനുമതി കൊടുക്കുന്നത്. പ്രാരംഭാനുമതിയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ നിബന്ധനകളും പാലിക്കണം എന്ന വ്യവസ്ഥയോടെ പ്രാരംഭാനുമതിയാണ് കൊടുത്തിട്ടുള്ളത്. സർക്കാരിൻ്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ തൊഴിലവസരങ്ങൾ കൊണ്ടുവരണം, ഇവിടെ വ്യവസായം കൊണ്ടുവരണം, നിക്ഷേപം കൊണ്ടുവരണം, സംസ്ഥാനത്തിന് വരുമാനമുണ്ടാക്കണം. അതാണ് ലക്ഷ്യം. നൃപൻ ചക്രവർത്തി കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. നൃപൻ, സഭയ്ക്കകത്തും പുറത്തും നേരത്തെയും മന്ത്രി എം ബി രാജേഷിന്റെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒയാസിസിന് നിലവിൽ നൽകിയിരിക്കുന്നത് പ്രാഥമിക അനുമതി. സർക്കാരിന് ഈ വിഷയത്തിലുള്ളത് തികച്ചും സുതാര്യമായ സമീപനം. ആ നിലയിൽ ഏത് കമ്പനികൾ വളരെ കൃത്യമായ അപേക്ഷ സമർപ്പിക്കുന്നു അതൊക്കെയും പരിഗണനയിൽ വരും. മറ്റു മാനദണ്ഡങ്ങളില്ല, രാഷ്ട്രീയ അജണ്ടകളില്ല. പക്ഷേ പ്രതിപക്ഷത്തിന്റെ നയം ഇവിടെ കൃത്യമാണ്. അത് തുറന്നു കാട്ടപ്പെടുന്നത് പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ തന്നെ പലകുറി ഉണ്ടായപ്പോൾ എടുത്തു കാട്ടപ്പെട്ടതാണ്. തെളിവുകളടക്കം നിരത്തി ആ വിഷയങ്ങളിൽ നേരത്തെയും മന്ത്രി തന്നെ പല കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുള്ളതാണ്. ഇന്ന് സഭയിൽ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ? കാവ്യ, എലപ്പുള്ളിയിൽ സ്പിരിറ്റ് നിർമ്മാണശാല ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പ്രാഥമിക അനുമതി നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിൽ വിവാദമാക്കാനുള്ള ശ്രമം പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും നടത്തിയിരുന്നു. ഇക്കാര്യത്തിലാണ് എം ബി രാജേഷ് ഇന്ന് അക്കമിട്ട മറുപടി നിയമസഭയിൽ പ്രതിപക്ഷത്തിന് നൽകിയിട്ടുള്ളത്. അതായത് പുതിയ മദ്യനയത്തിൻ്റെയും വ്യവസായ നയത്തിൻ്റെയും ഭാഗമായി വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അനുമതി നൽകുക സർക്കാരിൻ്റെ നയമാണ്. ഒപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് GSTയിൽ തന്നെ പുറത്തു നിന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് എത്തിക്കുക വഴി GST ഇനത്തിൽ തന്നെ 100 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിന് നഷ്ടം വരുന്നുണ്ട്. ഒപ്പം ഒരു വർഷം ഈ നിലവിലുള്ള ലഭിക്കുന്ന സംസ്ഥാന സർക്കാരിന് സ്പിരിറ്റ് വാങ്ങുന്ന ഈ കേരളത്തിലേക്ക് എത്തുന്ന കമ്പനികൾ സ്പിരിറ്റ് വാങ്ങുന്ന ഇനത്തിൽ ആകെ കേരളത്തിനുണ്ടാകുന്ന ധനനഷ്ടം, സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് 6000 മുതൽ 10000 കോടി വരെയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഒരു വ്യവസായ സംരംഭം കേരളത്തിൽ തുടങ്ങുക എന്നത് സർക്കാരിൻ്റെ പൊതുനയമാണ്. ഈ നയത്തിൻ്റെ ഭാഗമായി സുതാര്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഒയാസിസ് എന്ന കമ്പനിക്ക് ഈ അനുമതി നൽകിയത്. അത് സർക്കാരിൻ്റെ അനുബന്ധ ചട്ടങ്ങൾ മുഴുവൻ പരിഗണിച്ച ശേഷം സുതാര്യമായിട്ടാണ് നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോയത്. ഒപ്പം തന്നെ ഭൂഗർഭജലം അവിടെ ഊറ്റുന്നു എന്ന തരത്തിലുള്ള പ്രചരണം പ്രതിപക്ഷം നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായി. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് പ്ലാച്ചിമട സമരം നടത്തിയവർ എങ്ങനെയാണ് ഒയാസിസ് കമ്പനിക്ക് സ്പിരിറ്റ് നിർമ്മാണത്തിന് അനുമതി നൽകിയത് എന്ന ചോദ്യം ചോദിച്ചു. പ്ലാച്ചിമട സമരം അന്ന് LDF ഉയർത്തിയത് ശരിയായിരുന്നു. അത് ഭൂഗർഭ ജലം ഊറ്റുന്നതിനെതിരെ ഉള്ള ശക്തമായ സമരമാണ് LDFും ഇടതുപക്ഷ സംഘടനകൾ നടത്തിയത്. ഒരു തുള്ളി ജലം പോലും ഭൂഗർഭ ജലം ഈ ഒയാസിസ് എന്ന സ്പിരിറ്റ് കമ്പനിക്ക് വേണ്ടി എലപ്പുള്ളിയിൽ ഊറ്റില്ല എന്നും പറഞ്ഞു. മാത്രമല്ല, മലമ്പുഴയിൽ ജല ദൗർബല്യം നിലവിലില്ല. വ്യവസായങ്ങൾക്കും കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനും വേണ്ടി യഥേഷ്ടം ജലം വിതരണം ചെയ്യാനുള്ള സൗകര്യം മലമ്പുഴയിലുണ്ട്. അതിനനുസരിച്ചുള്ള ജല സുലഭത അവിടെ ഉണ്ട്. ഒരു തരത്തിലുള്ള ദൗർബല്യവും അവിടെ ഇല്ല എന്നും മന്ത്രി സഭയിൽ പറഞ്ഞു. ഒപ്പം തന്നെ ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളാണ്, ദുരാരോപണങ്ങളാണ് തനിക്കെതിരെ നടത്തിയത്. ആന്ധ്രയിലെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രിയുടെ മകൾ കവിത 2022 നിയമസഭയുടെ വനിതാ സമ്മേളനം നടക്കുമ്പോൾ നിയമസഭയിൽ പങ്കെടുത്തിരുന്നു. അന്ന് താൻ സ്പീക്കറായിരുന്നു. അന്ന് ഈ മദ്യക്കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാടിന് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് അവർ വന്നത് എന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവും അടക്കം വരുന്ന ചില വർത്തമാന പത്രങ്ങളും വാർത്ത നൽകിയിരുന്നു, ചില മാധ്യമങ്ങൾ. അതിൽ പൂർണ്ണമായി പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ മറുപടി. 2022 കവിത കേരളത്തിൽ ഈ പറഞ്ഞ വനിതാ സമ്മേളനത്തിലെത്തുന്നു. അതിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ അസുഖബാധിതനായി മരിക്കുന്നു. അതിനുശേഷം ഗോവിന്ദ മാഷ് സംസ്ഥാന സെക്രട്ടറി ആകുന്നു. തുടർന്ന് മന്ത്രിസഭയിൽ അഴിച്ചുപണി നടക്കുന്നു. അതിൽ താൻ സ്പീക്കറായിരിക്കുന്ന താൻ മന്ത്രിയാകുന്നു. ഇതെല്ലാം ത്രികാല ജ്ഞാനമുള്ളവർക്ക് മാത്രമേ മുൻകൂട്ടി ഇങ്ങനൊരു മദ്യക്കമ്പനി വരുമെന്നും അങ്ങനെ അപേക്ഷ നൽകുമെന്നും താൻ സ്പീക്കറായിരിക്കുന്ന താൻ ഭാവിയിൽ മന്ത്രിയാകും എന്ന കരുതി ഒരു നിലപാടിലേക്ക് പോകാൻ കഴിയും. ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള വസ്തുതയുമില്ലാത്ത ആക്ഷേപകരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഒന്ന്, അവിടുത്തെ പരിസ്ഥിതി വിഷയം, ജലദൗർബല്യത്തിൻ്റെ വിഷയം, ഒപ്പം തന്നെ കേരളത്തിൽ ഇത്തരം വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ കാര്യം, കേരളത്തിൽ ആരംഭിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഒക്കെ തന്നെ സമഗ്രമായ മറുപടിയാണ് പ്രതിപക്ഷത്തിന് നൽകിയത്. പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങൾ പൂർണ്ണമായി മുനയൊടിയുന്ന മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കാവ്യ.
നൃപൻ, ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഈ വിഷയത്തിൽ ആദ്യമായി പ്രതിപക്ഷത്തിന് അക്കമിട്ട് നിരത്തി മറുപടി നൽകിക്കൊണ്ടുള്ള മന്ത്രി എം പി രാജേഷിന്റെ വാക്കുകൾ പത്രസമ്മേളനത്തിൽ ഉണ്ടായപ്പോൾ അദ്ദേഹം ആ പത്രസമ്മേളനം തുടങ്ങിയത് തന്നെ ഒരു തുള്ളി ഭൂഗർഭജലം പോലും ഈ പദ്ധതിക്ക് വേണ്ടി ഊറ്റിയെടുക്കില്ല എന്നുള്ളത് പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇതാ ഒരു ഉറപ്പായി സംസ്ഥാന സർക്കാർ വെക്കുന്നു എന്ന നിലയിലായിരുന്നു. അങ്ങനെയാണ് എല്ലാ തവണയും അദ്ദേഹവും സർക്കാരും ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് സഭയ്ക്കകത്തും അതേ വാക്കുകൾ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ രാഷ്ട്രീയം മുൻനിർത്തിയുള്ള പ്രതിപക്ഷത്തിന്റെ ഈ നിലയിലുള്ള വാഗ്വാദങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, അതിലും അദ്ദേഹം കൃത്യമായി എന്താണ് ഇതിലുള്ള രാഷ്ട്രീയ താല്പര്യമെന്ന് പ്രതിപക്ഷത്തിനു മേൽ ഒരു ചോദ്യം ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തന്നെ വളരെ കൃത്യമായി സ്പിരിറ്റ് കൊണ്ടുവരണമെന്ന വാശി എന്തിനാണ് പ്രതിപക്ഷത്തിനുള്ളത് എന്നും ഇപ്പോൾ ഒരു ചോദ്യമായി അദ്ദേഹം ഉന്നയിക്കുന്നു. തീർച്ചയായും ഈ മന്ത്രി മറുപടി പറയുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിലേക്ക് ഈ സ്പിരിറ്റ് എത്തിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് മഹാരാഷ്ട്രയിലും ഒന്നാമത് മഹാരാഷ്ട്ര, രണ്ടാമത് കർണാടകയിലുമാണ്. ഈ മദ്യ കമ്പനികൾക്ക് രാഷ്ട്രീയമായ നേതൃത്വത്തിൻ്റെ ബന്ധമുണ്ട് എന്ന് പറയുന്നു എന്ന കാര്യം സഭയിൽ മന്ത്രി പറഞ്ഞു. അപ്പോൾ തന്നെ ആ രാഷ്ട്രീയ ബന്ധം ഏത് സംഘടനയ്ക്കാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് ബഹളം ആരംഭിച്ചു. അപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞു ആ രാഷ്ട്രീയ ബന്ധം ഇനി ഏതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് മന്ത്രി പറഞ്ഞു. അതിനുശേഷമാണ് പലതരത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ഈ ചോദ്യമായി ഉന്നയിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കളുടെ തരത്തിൽ നേതൃത്വത്തിൽ തന്നെ അവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള മദ്യ സ്പിരിറ്റ് കമ്പനികളാണ് കർണാടകയിൽ പ്രവർത്തിക്കുന്നത്. ആ രാഷ്ട്രീയ ബന്ധമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നേതാക്കളുടെ, കോൺഗ്രസ് നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ള മദ്യ സ്പിരിറ്റ് കമ്പനികളാണ്. അവിടെ നിന്ന് തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. കാരണം നിങ്ങൾ ഈ പുതിയ കമ്പനികൾ സുതാര്യമായി ഒയാസിസ് അടക്കമുള്ള കമ്പനികൾ വന്നപ്പോൾ ഏത് കമ്പനി വന്നാലും അനുമതി കൊടുക്കാൻ സർക്കാർ തയ്യാറാണ്. എന്നിരുന്നാലും നിങ്ങൾ എന്തിനാണ് കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ സ്പിരിറ്റ് വാങ്ങണം എന്ന ഒരു പിടിവാശി നിങ്ങൾ എന്തിനു നടത്തുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ചോദ്യമാണ് മന്ത്രി എം പി രാജേഷ് സഭയിൽ ചോദിച്ചത്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഈ മദ്യ മാഫിയ സ്പിരിറ്റ് കമ്പനികൾക്ക് വേണ്ടി കോൺഗ്രസ് നിയന്ത്രിക്കുന്ന, അതാത് മേഖലയിൽ കോൺഗ്രസ് നിയന്ത്രിക്കുന്ന ഇത്തരം മദ്യ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ നീക്കം നടത്തുന്നത് എന്ന ആരോപണം കൂടി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇനി കർണാടകയിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ ഇനി ഏതൊരു കമ്പനിയും സുതാര്യമായി ഇങ്ങനെ അനുമതിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചാൽ അവർക്കെല്ലാം സർക്കാരിൻ്റെ വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങൾ പാലിച്ച് അനുമതി നൽകാൻ സർക്കാർ തയ്യാറാണ് എന്നും സഭയിൽ മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. കാവ്യ. ശരി, നൃപനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സഭയിൽ എണ്ണി പ്രതിപക്ഷത്തിന്റെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി നൽകുകയായിരുന്നു സ്പിരിറ്റ് നിർമ്മാണശാല വിഷയത്തിൽ മന്ത്രി എം പി രാജേഷ്.